ഇന്നിപ്പോ ഒരു പ്രാവശ്യം കിച്ചണിൽ വന്നു പോയതാണ് കേട്ടോ. രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി നമ്മള് റിച്ചുമോനെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു. പിന്നെ നല്ലോണം വെളിച്ചം വെച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി മാവ് ഉണ്ട്. അപ്പം ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത്. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ. പിന്നെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഇരുമ്പിന്റെ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഇരുമ്പിന്റെ ചട്ടിയിൽ നെയ്യപ്പം ചുടുന്നൊക്കെ ചട്ടിയില്ലേ, അതേപോലെ മീൻ പൊരിക്കുന്ന ചട്ടിയൊക്കെ കഴുകിയിട്ട് നമ്മളെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയിട്ട് അടുപ്പിൽ ചിലപ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടുള്ള അടുപ്പത്ത് അങ്ങനെ വെക്കലാട്ടോ. അങ്ങനെ ആകുമ്പം ഇരുമ്പിന്റെ ചട്ടികൾ അങ്ങനെ രാവിലെ നമ്മൾ എടുക്കുമ്പോൾ അത് തുരുമ്പിക്കൊന്നുമില്ല. നേരെ മറിച്ച് നമ്മളത് കമിഴ്ത്തി വെക്കുകയാണെങ്കിലേ, കഴുകി കമിഴ്ത്തി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമുക്ക് എടുക്കാനേ തോന്നൂല, നിറയെ തുരുമ്പാവട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്, ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ടാണ്ട് അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് നമ്മുടെ ചട്നി റെഡി ആയിട്ടോ. ചട്നി വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഡ്ഡലി മാവിനുള്ള മാവൊക്കെ ഞാൻ നോക്കിയപ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മാവ് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ഞാൻ റാഗി കൊണ്ടുള്ള ദോശയല്ല, റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവും ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിന്. പിന്നെ ആ തട്ടൊന്ന് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ആ തിളച്ച വെള്ളത്തിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ, തട്ട് നല്ല ചൂട് വേണം, ആ ചൂടിലാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിക്ക് നമുക്ക് ഇഡ്ഡലി എടുക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ കിട്ടും. അപ്പോൾ ഇഡ്ഡലി തന്നെ നല്ല സോഫ്റ്റുമാണ്, എവിടെയും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ. പിന്നെ അടുത്ത ട്രിപ്പും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടാൻ ഉണ്ടാക്കാൻ ബീൻസ് ഉണ്ടായിനി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് വന്നപ്പം ആ അടുപ്പത്ത് തന്നെ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായപ്പം നമ്മളെ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ആട്ടോ ഞാൻ കഴിക്കണത്. അപ്പോൾ 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചട്നി ഒഴിച്ചു, അതേപോലെ തലേ ദിവസത്തെ വെജ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. പിന്നെ ഈ റാഗി ഇഡ്ഡലിൻ്റെ റെസിപ്പി ചെയ്യുമോയെന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ കാണിക്കണ്ട് കേട്ടോ. പിന്നെ ബീൻസ് ഉപ്പേരിക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് പാത്രത്തിലാക്കാൻ നിന്നപ്പോൾ റിച്ചുമോൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, പിന്നെ ഇഡ്ഡലി മതി പറഞ്ഞു. അപ്പോൾ ആ പാത്രം നിറയെ ഇഡ്ഡലിയും ചട്നി ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ ഉണ്ടായിനി ഫ്രിഡ്ജിൽ, അത് ഞാൻ എടുത്ത് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച്. ഇനിയിപ്പോൾ കൂട്ടാനും ഇപ്പം തന്നെ ഉണ്ടാക്കിയാൽ നമ്മളെ കുക്കിങ്ങൊക്കെ വേഗം തീരുമല്ലോ. അപ്പം മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറിന് കറി ഉണ്ടാക്കിയത് പരിപ്പോണ്ട് ഒരു താളിപ്പാട്ടോ ഉണ്ടാക്കിയത്, പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണതാണ് കേട്ടോ. പരിപ്പോണ്ടുള്ള താളിപ്പും ബീൻസ് ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ കൈപ്പങ്ങാച്ചാറും.